ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. അപ്പം എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പണിയിൽ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ച് ഐറ്റംസ് കൂടി ഇനി വരാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഓർഡർ ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറച്ച് ഐറ്റംസ് കൂടെ ഉള്ളൂ, ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇത് ഒരു ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കമ്മലുകളെല്ലാം ചെയ്യുന്നത്. കുറച്ച് നാളിങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പണി കിട്ടിയത്. അപ്പം അപ്പം ഞാൻ അതിങ്ങനെ സിമ്പിളായിട്ടുള്ള ഇയറിങ്സ് ആട്ടോ, ഹൂപ്പ് ഇയറിങ്സും പിന്നെ ചെയിൻ വെച്ചിട്ടുള്ള ഇയറിങ്സും അങ്ങനെ സിമ്പിളായിട്ട് ബ്രേസ്ലെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ അതിന് കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. ബ്രേസ്ലെറ്റിൻ്റെ ആ ഒരു എന്താണ് ഇലാസ്റ്റിക് വയർ കയ്യിലില്ല. അപ്പോൾ അത് ഞാൻ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നാളെയോ അടുത്ത ആഴ്ച വരുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ആഴ്ചയ്ക്ക് നമുക്ക് ഈ സംഭവം അയക്കേണ്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ സംഭവങ്ങളെല്ലാം ചെയ്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് അത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പം ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ബൾക്കായിട്ട് എനിക്ക് ഇടയ്ക്കൊരു 3-4-5 അങ്ങനെയൊക്കെ വരാറുള്ള ഇയറിങ്സ് ഒക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് വരാറുള്ളായിരുന്നു. പിന്നെ കൂടുതൽ മാലകളൊക്കെ എൻ്റെ എന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വള ഞാനങ്ങനെ ഇപ്പോൾ ചെയ്യാറില്ല, വള ഇനി ചെയ്യണം. അപ്പം ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമേ. അപ്പം ഞാൻ ഇയറിങ്സിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം നമുക്ക് പണിയിലേക്ക് പോകാം. രാത്രിയിൽ മൊത്തം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു മണിക്ക് എണീറ്റിട്ട് പിന്നെ 3:30 വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. രാത്രിയിൽ പൊതുവേ ഉറക്കം കുറവാണ്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലും ഇങ്ങനെ രാത്രിയിൽ അങ്ങനെ ഉറങ്ങാറില്ല. അത്യാവശ്യത്തിനൊക്കെ ഉറങ്ങും കേട്ടോ, അല്ലാതെ അങ്ങനെയൊന്നും ഉറങ്ങാറില്ല. അപ്പോൾ എണീറ്റിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്ത് തീർക്കും. അപ്പം നമ്മൾ ആ ഒരു ഇയറിങ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് ഞാനിവിടെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയും കൂടെ ചെയ്യാം. കൂട്ടുകാരെ, ആദ്യം ഇതുപോലെ ഒരു കമ്പി എടുക്കുക. ഈ കമ്പി എന്ന് പറഞ്ഞേക്കാൻ നമ്മൾ ഹെയർ ബ്രോച്ചിനും ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ്. ഒന്നെങ്കിൽ ഈ കമ്പി എടുക്കാം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ കമ്പിയുണ്ട്. ജ്വല്ലറി മേക്കിംഗ് ഹെയർ ബൈനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ സിൽവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പല കളേഴ്സിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് പിരിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് പിരിക്കരുത് കേട്ടോ. ഒരുപാടങ്ങ് പിരിച്ചു കഴിഞ്ഞാൽ കമ്പി അങ്ങ് പെട്ടെന്ന് അങ്ങ് മുറിഞ്ഞു പോവും. അപ്പോൾ ഒരു മിനിമത്തിൽ അങ്ങ് മുറുക്കി പിരിച്ചങ്ങ് എടുത്താൽ മതി. പിന്നെ ഇവിടെ പിരിച്ചെടുത്തപ്പോൾ ഒരു മുത്ത് എക്സ്ട്രാ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു മുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജംപറിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ വെച്ചിട്ട് ഇതുപോലെ ഇയറിങ്ങിൻ്റെ ഹാൻഡിലോട്ട് പിടിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കിതുപോലെ മാലയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഓർഡർ കിട്ടിയിരിക്കുന്നത് 10 പെയർ ഉണ്ടാക്കാനാണ്. 10 പെയർ 10 ഷെയ്ഡ്സിൽ ഉണ്ടാക്കാനാണ്. അപ്പം ഹോൾസെയിലാണ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഞാൻ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തും അതുപോലെ കമ്പി എടുത്തിട്ട് ബീഡ്സ് എല്ലാം ആഡ് ചെയ്ത്. അപ്പം ഞാൻ ഇതിൻ്റെ 10 ഷെയ്ഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ കളറാണ്? യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. വയലറ്റ് എനിക്ക് ചെയ്യണമെന്ന് ലൈറ്റ് വയലറ്റഡ് ബീഡ്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വലുതായതുകൊണ്ട് ആ ബീഡ്സും അതുപോലെ പിന്നെ ഗോൾഡൻ കളറും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കളറുണ്ട്. അപ്പം റോസ് ഉണ്ട്, പിങ്ക് ഉണ്ട്. അപ്പം 2-3 ബീഡ്സ് വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം ഈ സെയിം ടൈപ്പ് ബീഡ്സ് ആട്ടോ. സെയിം കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സെയിം മെറ്റീരിയൽ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ കുറേ കളേഴ്സ് 10 ഷെയ്ഡ്സ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റെഡും ബ്ലാക്കും വൈറ്റും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആയിരിക്കില്ല. ബ്ലാക്ക് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. വൈറ്റും മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണത്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സാണ്. അപ്പം വയലറ്റും പിന്നെ വയലറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ബീഡ്സ് കുറച്ച് വലിയ ബീഡ്സാണ്. അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്ക് നല്ല വലുപ്പത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ചെയിൻ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ചെയിനാണ് എടുത്തിരിക്കുന്നത്. അത് ഇയറിങ്ങിൻ്റെ ഹാൻഡിലോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കടുപ്പിച്ച് കൊടുത്തിട്ട് പ്ലെയർ വെച്ചൊന്ന് നമ്മൾ അമക്കി കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ആ ഒരു ലോക്കറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജംറിങ് വെച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ടഡ് റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അങ്ങനെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ റേറ്റ് ഇട്ട് കൊടുത്താൽ മതി. റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ഇതുപോലെ നമുക്ക് മാലയും ഉണ്ടാക്കാം കേട്ടോ. സെറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. മാലയും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിംഗിൾ ലെയറിലുള്ള മാലയും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെയിൻ എന്ന് പറഞ്ഞേക്കുന്നത് തീരെ കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ചെയിനാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ടൈപ്പ് ചെയിൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 2-3 ഒരു 5-6 ഇയറിങ്സ് ഞാൻ ഈ ഒരു ചെയിൻ വെച്ച് തന്നെ ചെയ്തു.
ലെങ്ത് ഞാൻ മാക്സിമം ഒരു ലെങ്താണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ലെങ്ത് എടുത്തിട്ടില്ല. കാരണം എല്ലാ ആളുകളും പല ആളുകളാണല്ലോ ഇത് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലെങ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രാത്രിയിലാണ് ഞാൻ ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. വീഡിയോ ഞാൻ രാവിലെ ആട്ടോ എടുത്തത്. അപ്പോൾ രാത്രിയിലിരുന്ന് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റ് ഹൂപ്പ് ഇയറിങ്സിൻ്റെ ആ ഒരു ഇതെല്ലാം ചെയ്യുകയാണ്. അപ്പം അത് ഹൂപ്പ് ഇയറിങ്സ് ആവുമ്പോൾ രാത്രി ഏകദേശം 1:15 കഴിഞ്ഞു കേട്ടോ. അപ്പം ഹൂപ്പ് ഇയറിങ്സ് നമുക്ക് ഇതുപോലെ തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5 പേർ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ബ്രേസ്ലെറ്റും അതുപോലെയാണ്. ബ്രേസ്ലെറ്റിൻ്റെ ഒരു ത്രെഡ് നമുക്കിത് ത്രെഡല്ല, ഒരു ഇലാസ്റ്റിക് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിത് അടുത്ത ആഴ്ചത്തേക്ക് നമുക്കിത് അയക്കാനുള്ളൊരു ഓർഡറാണിത്. അപ്പം നമ്മുടെ കമ്മൽ ഏകദേശം ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേസ്ലെറ്റും ഇനി വേറൊരു ഹൂപ്പ് ഇയറിംഗ് കൂടെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം 5 ഹൂപ്പ് ഇയറിങ്സ് വീതം വെച്ചാണ് നമുക്ക് വന്നിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞേക്കുന്നത്. അത് പല കളറിലും പല ഷെയ്ഡ്സിലുമാണ്. അപ്പോൾ കുറച്ച് ഞാനിവിടെ ഉണ്ടാക്കി കേട്ടോ. അതാണ്ട് ഇതുപോലൊക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്